എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കറിയാം, ഇന്ന് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നിരന്തരം പത്രസമ്മേളനങ്ങൾ ആരോപണം ഉന്നയിക്കുകയാണ്. ABVP കഴിഞ്ഞ ഏപ്രിൽ 12 മന്ത്രി ശിവൻകുട്ടിയെ കണ്ടിട്ട് സമർപ്പിച്ച നിവേദനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തി വന്ന സമരങ്ങളെല്ലാം തന്നെ. നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടാൽ മനസ്സിലാകും. ഏപ്രിൽ 12 തീയതി ABVP സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദിന്റെ നേതൃത്വത്തില് ശിവൻകുട്ടിയെ കാണുകയും PM ശ്രീ പദ്ധതി അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കൊടുത്ത നിവേദനമാണ്. ആ നിവേദനം എന്താണെന്ന് അറിയില്ല എന്നാണെന്ന് ശിവൻകുട്ടി പത്രമാധ്യമങ്ങളിൽ വന്ന് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞത്. അവരെന്തിനാ സമരം ചെയ്യുന്ന അറിയില്ല. അറിയണമെങ്കിൽ എഴുതാനും വായിക്കാനും പഠിക്കണം. അങ്ങനെ അറിയാത്ത ഒരാളെ ഇവിടെ മന്ത്രിയായി നിലനിർത്തി കഴിഞ്ഞിട്ട് എന്തിനാണ് സമരം ചെയ്യുന്ന അറിയില്ല എന്ന് പറഞ്ഞതിൽ കാര്യമില്ല. അതേപോലെ ജൂൺ 17 തീയതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അധ്യയന വർഷം ആരംഭിച്ചിട്ടും ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള നടപടിയും ഇല്ലാത്തതിന്റെ പേരിലാണ് ABVP സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയത്. അന്നും നമ്മുടെ 15ഓളം പ്രവർത്തകർ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് കരിങ്കൊടി പ്രതിഷേധത്തിലേക്ക്. ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ആ ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനാധിപത്യ സംസ്ഥാനത്ത് ജനാധിപത്യ രീതിയിൽ ABVP പ്രതിഷേധിക്കും. ഇനിയും പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ തിരുവനന്തപുരത്ത് ഒരു കരിങ്കൊടി കണ്ടു, കോഴിക്കോടും ABVP പ്രവർത്തകർ കരിങ്കൊടി കണ്ടു. തിരിച്ച് വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരുന്ന സമയത്ത് ശിവൻകുട്ടിയുടെ മനസ്സിലെ പഴയ SFI ക്രിമിനൽ ഉണർന്നു. ഇവിടുത്തെ SFIയുടെ ഗുണ്ടകളെയും DYFIയുടെ ഗുണ്ടകളെയും തയ്യാറാക്കി നിർത്തി ചിത്രം അയച്ചു കൊടുത്ത് ABVP സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ രാത്രി 11 മണിക്ക് ഈശ്വരപ്രസാദിന് നേരെ ചായ കുടിക്കാൻ വന്ന സമയത്ത് ഇവിടുത്തെ ക്രിമിനലുകൾ, തിരുവനന്തപുരം ജില്ലയിലെ കഴിഞ്ഞ ഒരു വർഷത്തെ ക്രിമിനൽ ആക്ടിവിറ്റികളിൽ പ്രതികളായിട്ടുള്ള പാർട്ടി ഗുണ്ടകൾ, ശിവൻകുട്ടി പേപ്പട്ടിയെ പോലെ ചെല്ലനും ചെലവിനും കൊടുത്ത് വളർത്തുന്ന പാർട്ടി ഗുണ്ടകൾ, ആ ഗുണ്ടകൾ ഇന്നലെ അകാരണമായിട്ട് നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിച്ചിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം. ആ പ്രതിഷേധം മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നാളെ കേരളത്തിലെ ക്യാമ്പസുകളിൽ, കലാലയങ്ങളിൽ ABVP വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിക്കുകയാണ്. ശിവൻകുട്ടി PM ശ്രീ ഒപ്പുവെക്കുന്നവരെ, അതേപോലെ സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിച്ച പ്രതികളെ പിടികൂടാൻ ഇവിടുത്തെ ശിവൻകുട്ടിയുടെ ആസനം താങ്ങികളായിട്ടുള്ള പോലീസിന് സാധിച്ചിട്ടില്ല. ഇന്നലെ നമ്മളെ പാവം സംസ്ഥാന സെക്രട്ടറിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ഇവിടുത്തെ SI റാങ്കിലുള്ള പോലീസുകാരാണ്, കോൺസ്റ്റബിൾമാരാണ്. പഴയ SFIയുടെ ഗുണ്ടായിസം വെച്ചിട്ട് ABVPയുടെ നേർക്ക് വരികയാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, അവസാന ശ്വാസം വരെ പോരാടും. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടി ABVP മുന്നിലുണ്ടാകും. നാളത്തെ വിദ്യാഭ്യാസ ബന്ദ്, അതിനോടനുബന്ധിച്ച് ബഹുജന പ്രക്ഷോഭം ശിവൻകുട്ടിക്ക് നേരെ, മന്ത്രി ശിവൻകുട്ടിക്ക് നേരെ. അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ല, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ്. അത് അദ്ദേഹം ഓർത്തിരിക്കണം. അത് അദ്ദേഹത്തിന് ഓർമ്മപ്പെടുത്തുന്നവരെ ABVP സമരരംഗത്തുണ്ടാവും. അതിനിടയിൽ വിളച്ചിലുമായിട്ട് ആളുകൾ വരുന്നുണ്ടെങ്കിൽ അവരോടും പാഠം പഠിപ്പിക്കാൻ ABVPക്ക് അറിയാം. അങ്ങനെയുള്ള പ്രസ്ഥാനമാണ്. നാളെ സംസ്ഥാന വ്യാപകമായിട്ട് ABVP വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിക്കുകയാണ്.